ഓമത്യേതക്ഷരം ഇതം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്രകാലാതീതം തദപ്യോംകാരൈവ. സർവം ഹേതദ്ബ്രഹ്മാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാ. ജാഗ്രതസ്ഥാനോ ബഹിപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭ വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക്തൈജസോ ദ്വിതീയപാദഃ. യത്ര കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാനം ഏകീഭൂത പ്രജ്ഞാനത്തിന് ഏവാനന്ദമയോ യാനന്ദഭുക് ചേതോമുഖ പ്രജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശാന്തര്യോ യേശയോനി സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന ഉഭയപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷ്യം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തി സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാ അധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്രാ വാക്തേ ആദിമത്വാദ് ആപ്നോതി ഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷ ഉഭയത്വം വാ ഉത്കർഷതി ഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാന പ്രജ്ഞോമകാരസ്തൃതീയ മാത്ര മിതിരപീതേർവാ വിനോദി ഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ അവ്യവഹാരിഃ പ്രപഞ്ചോപശമസ്യോ അദ്വൈതയോ ഓംകാര ആത്മേവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ.
വിനോദശാന്തി പ്രകടനത്തിൽ 82ാമത് കാര്യം. സുഖം ആവ്രിയതേ നിത്യം ദുഃഖം വിവ്രിയതേ സദാ യസ്യ കസ്യച ധർമ്മസ്യ യേന ഭഗവാനസൗ. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. പരമാർത്ഥതത്വം കസ്മാൻ ലൗകികേന ഗൃഹീതേ അതായിരുന്നു ചോദ്യം. ഈ പരമാർത്ഥ തത്വത്തെ എന്തുകൊണ്ട് ലൗകികർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല? ലൗകികർ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു മോശക്കാർ എന്നുള്ള അർത്ഥത്തിലല്ല, യോഗ്യന്മാരായിട്ട് കൂടി ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിന് സമാധാനം അടുത്ത് പറഞ്ഞു. എന്താണ്? യസ്യ കസ്യ ധർമ്മസ്യ ഗൃഹേണ ഭഗവാനസൗ. അതിന് ഭാഷ്യം പറഞ്ഞു മിഥ്യ അഭിനിവിഷ്ടതയ, മിഥ്യ അഭിനിവേശം കൊണ്ട്. അതുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ സ്വസ്വരൂപമായിരിക്കുന്ന സുഖം അത് മറഞ്ഞു പോകുന്നു. അതിന് കാരണം പറഞ്ഞു. എന്താണ്? ശ്രവിച്ചിട്ടും ആവർത്തിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണവും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ശ്രുതിയും ആചാര്യനും ശ്രുത്യാചാര്യ ഉപദിഷ്ടോപി ന വിസ്പഷ്ടോ ഭവതി. എന്റെ വ്യാഖ്യാനത്തിൽ പറയും ശ്രുതിയും ആചാര്യൻ. ശ്രുതി ആചാര്യൻ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലിത് വിസ്പഷ്ടമാകുന്നു. ഭ്രാന്തിരഹിതമായി സംശയരഹിതമായി അത് വെളിപ്പെടുന്നില്ല. അതിന് കാരണം പറഞ്ഞെന്താണ്? അത് സാധന സമ്പത്തി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് വെളിപ്പെടാത്തതെന്നും പറഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ദ്വയ ഉപലബ്ധി നിമിത്തം ഹി തത്ര ആവരണം യത്നാന്തരം അപേക്ഷതേ. ദ്വയോപലബ്ധി നിമിത്തം ഹി തത്രാവരണം ആണ് പറഞ്ഞു. ആത്മാവ് ശാന്തമാണ്, സുഖസ്വരൂപമാണ്, അതതിന്റെ സ്വരൂപമാണ്. അത് തന്നെയാണ് ശ്രോതാവ്. എന്നാലും ഇവിടെ ആവരണം സംഭവിച്ചിരിക്കുന്നു. സ്വയം പ്രകാശിക്കുന്നു എന്നിരിക്കലും ആവരണം സംഭവിച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അതിനൂടെ ഹേതു പറഞ്ഞു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദ്വയ ഉപലബ്ധി നിമിത്തം. ആവരണം എന്ന് പറയുന്നത് ദ്വയോപലബ്ധിയാണ്, ദ്വൈതോപലബ്ധി. അതല്ല വേറെ ആവരണമൊന്നും. ദ്വൈതോപലബ്ധി എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നങ്ങൾ. ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജാഗ്രത സ്വപ്ന അനുഭവം തന്നെ ഇതിനാവരണമായിരിക്കുന്നു. രണ്ടും പറയും. ജാഗ്രത സ്വപ്ന അനുഭവങ്ങളിൽ തന്നെ ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ തന്നെ ആവരണമായിരിക്കുന്നു. രണ്ടും ഒരേ കേന്ദ്രത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനം സംബന്ധിച്ച് ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉപലബ്ധി നിമിത്തം എന്ന് പറയും. അതേസമയം
അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ ജാഗ്രത സ്വപ്ന പ്രകാശം ഇതാണ് ഇവിടെ ആവരണമായിരിക്കുന്നു. രണ്ടുപേരും ഒരേ തലത്തിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ ഒന്നൊരാൾക്ക് ആവരണമായിട്ടും അത് തന്നെ മറ്റൊരാൾക്ക് പ്രകാശമായിട്ടും അനുഭവപ്പെടുന്നു. രണ്ടിനായാലും ശരി യത്നാന്തരം അപേക്ഷതേ. ഇതിന് മറ്റൊരു കാരണത്തെ കണ്ടെത്തേണ്ട കാര്യമില്ല. ആത്മാവ് മറയുന്നതിനും അത് പ്രകാശിക്കുന്നതിനും രണ്ടിനും മറ്റൊരു ഹേതുവില്ല. അതുകൊണ്ടാണ് അതിനെ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. ഹേതുവില്ല എന്ന് പറയാൻ ഇത് പ്രകാശിക്കുന്നതിനും മറ്റൊരു ഹേതുവില്ല. അതുകൊണ്ട് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നു. അതിനെ മറയ്ക്കുന്നതിനും മറ്റൊരു ഹേതുവില്ല. അതുകൊണ്ടാണ് നമ്മൾ മറയെന്ന് കൽപ്പിക്കുന്നതിന് മിഥ്യ എന്ന് പറയുന്നത്. അതില്ലാത്തതാണെന്ന് പറയുന്നു. ഇല്ലാത്ത ഒന്നിനങ്ങനെ മറയ്ക്കാൻ കഴിയും. ഇല്ലാത്ത ഒന്നിന് മറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് യത്നം കൊണ്ടല്ല, യത്നാന്തരം. എന്തെങ്കിലും ഒരു യത്നം കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. മറയ്ക്കുന്നതിന് യത്നത്തിന്റെ ആവശ്യമില്ല. അജ്ഞന് ഈ ആവരണം സഹജമായിരിക്കുന്നു, വിജ്ഞനൻ ഈ പ്രകാശം സഹജമായിരിക്കുന്നു. അജ്ഞനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ ദുഃഖഞ്ച വിപരീയതേ പ്രകടീക്രിയതേ. അവന് ദുഃഖം പ്രകടമാകുന്നു. ഈ ആവരണം സഹജമായിരിക്കുമ്പോൾ ഈ ആവരണം കൊണ്ട് ആ സുഖസ്വരൂപം മറയുന്നതുകൊണ്ട് ദുഃഖം പ്രകടമാകുന്നു. അത് സഹജമായി തന്നെ പ്രകടമാകുന്നു. ദുഃഖം സഹജമായി പ്രകടമാകുന്നതുകൊണ്ടാണ് ഇതിന് അനാദി എന്ന് പറയുന്നത്. ഒരു ഹേതു ഉണ്ടെങ്കിലേ നമുക്ക് ആദ്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണമുള്ളതിനെല്ലാം ആദിയുണ്ട്. സംസാരത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് അനാദിയാണ്. ദുഃഖം അനാദിയാണ്, ബന്ധനം അനാദിയാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതിന് ഹേതുവില്ലാത്തതുകൊണ്ട്. അതിന് സഹജം എന്ന് പറയുന്നു. ഹേതുവില്ല. ദുഃഖം പ്രകടീക്രിയത, ദുഃഖം പ്രകടമാകുന്നു എന്നാണ്. സഹജമായി സംഭവിക്കുന്നതിനാണ് പ്രകടം എന്ന് പറയുന്നത്. ഇത് അജ്ഞന്റെ നിലയെക്കുറിച്ച് പറയുകയാണ്. മോക്ഷത്തെക്കുറിച്ച് പറയുന്നു അത് തന്നെ. എന്താണ് ഇവിടെ അജാദിയിൽ മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്? എന്താണ്? അതും അനാദിയാണ്. എന്തുകൊണ്ട്? അതും സഹജമാണ്. അതിന് ഹേതുവില്ല. ഹേതുവില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് കർമ്മം കൊണ്ടൊന്നും സാധ്യമല്ല, നിർനിമിത്തമാണ്. അതും പ്രകടമാകുന്നു. അത് രണ്ടും പ്രകടമാക്കുന്നതോ ശ്രുത്യാചാര്യ ഉപദിഷ്ട. ശ്രുത്യാചാര്യന്മാർ ശ്രുതി നിമിത്തമാണോ? അല്ല. ശ്രുതിയെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നതാണ്. എന്തുകൊണ്ട് ശ്രുതി സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു? ശ്രുതി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേദം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാം. നമ്മൾ ധരിക്കുന്ന എന്താണ്? വേദം പഠിച്ചിട്ട് അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാണ്. വാസ്തവത്തിലല്ല സംഭവിക്കുന്നത്.
വേദം സ്വയം അർത്ഥത്തെ പ്രകാശിപ്പിക്കുകയാണ്. സ്വയം വേദത്തിൽ അർത്ഥം പ്രകാശിക്കുന്നു എന്ന് പറയാം. അഗ്നിയെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. അഗ്നി ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നു, കാരണം അതിന്റെ സ്വരൂപം തന്നെ പ്രകാശമാണ്. അതുപോലെ വേദത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു, അത് സാധ്യമുള്ള ശ്രുതി. അങ്ങനെയാണെങ്കിൽ അഗ്നിയെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും. അഗ്നി എന്തുകൊണ്ട് പ്രകാശിപ്പിക്കും? മറ്റൊരു പ്രകാശത്തെ കൊണ്ട് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ പറ്റും, അതിന്റെ ആവശ്യമില്ല. അതുപോലെ വേദം സ്വയം പ്രകാശിക്കുകയാണ്. വേദം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു എന്നാണ്. കേവലം ആ വേദത്തെ ഒരു നിമിത്തമായി കൽപ്പിക്കുന്നു എന്ന് മാത്രം. എങ്ങനെ അഗ്നി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അഗ്നി വാസ്തവത്തിൽ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നില്ല. കാരണം അഗ്നി പ്രകാശ സ്വരൂപമാണ്. അഗ്നി എവിടെയൊക്കെ ഉണ്ടോ അവിടെ പ്രകാശം സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിക്ക് പ്രത്യേകിച്ച് വസ്തുക്കളെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. അഗ്നിയുടെ സ്വഭാവം തന്നെയാണ് എന്ത് പ്രകാശം. ആ പ്രകാശത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാം പ്രകാശിക്കുകയാണ്. അഗ്നി ഇവിടെ എന്താ വിശേഷിച്ചൊരു ക്രിയ ചെയ്യുന്നത്? സഹജമായെടുത്ത് ക്രിയയുടെ ആവശ്യമില്ല. അതുപോലെ വേദം ജ്ഞാനസ്വരൂപമായി സ്വയം പ്രകാശിക്കുകയാണ്. അതുകൊണ്ടവിടെ യത്നാന്തരം അപേക്ഷതയെ ആവരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, ആവരണ നാശത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, രണ്ടിടത്തും ആരുടെയെങ്കിലും യത്നം ആവശ്യമില്ല. അതാണ് അജാതി ആത്യന്തികമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ശാസ്ത്രത്തെ അധ്യയനം ചെയ്ത് നമ്മളിതിനെ ഗ്രഹിക്കുകയല്ല ചെയ്യും. ശാസ്ത്രം അത് ശബ്ദാത്മകമല്ല, നമ്മൾ ധരിക്കുന്നത്. നമ്മൾ ശാസ്ത്രത്തെ എന്താണ് ശബ്ദസ്വരൂപമായിട്ടാണ് ഗ്രഹിക്കുന്നത്. ശാസ്ത്രം വാസ്തവത്തിൽ എന്താണ്? അത് ജ്ഞാനസ്വരൂപമാണ്. നമ്മൾ പരിശ്രമിക്കുന്ന എന്തിനാണ്? ശബ്ദഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ്. ശബ്ദത്തെ ഗ്രഹിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, ജ്ഞാനത്തെ ഗ്രഹിക്കാനല്ല. പരമാവധി നമുക്ക് ശ്രമിച്ചാൽ എന്ത് പറ്റും? ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും. അതിന് ശ്രോത്രേന്ദ്രിയം വേണം, മനസ്സ് വേണം, മനസ്സിന്റെ ഏകാഗ്രത വേണം. ഇതിലൂടെയൊക്കെ നമ്മൾ ശബ്ദത്തെ ഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ എന്താണ് ഇവിടെ? ശബ്ദത്തിന് വേറിട്ട അർത്ഥമുണ്ട്. പുസ്തകം, ശബ്ദം, അതിന്റെ അർത്ഥം എന്താണ്? ഈ വസ്തു. ശബ്ദത്തിലൂടെ നമ്മൾ വസ്തുവിനെ ഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? സ്വയം ജ്ഞാനം തന്നെ. ആ ജ്ഞാനത്തിനെ മറ്റൊന്നിനും പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല, കഴിയില്ല. അതിലൂടെ പറഞ്ഞ യത്നാന്തരം എന്ന അപേക്ഷത. മറ്റൊന്നിനും അവനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. മറ്റൊന്നിനെയും പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താണ്? അത് സ്വയം പ്രകാശിക്കുകയാണ്.
അപ്പൊ നമ്മുടെ യത്നമൊക്കെ എവിടെ? കേവലം ഈ ശബ്ദഗ്രഹണത്തിന് വേണ്ടി മാത്രം. അതാണ് മറ്റ് ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നതും ശ്രുതി ശ്രവിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം. ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്ന ആ ശ്രുതി ശ്രവിക്കുമ്പോൾ അത് സ്വയം വെളിപ്പെടുകയായിരുന്നു. നമ്മുടെ യത്നങ്ങളെല്ലാം ശബ്ദഗ്രഹണത്തിൽ അവസാനിക്കുന്നു. യത്നം അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഈ ശബ്ദത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രം. ഇത് ജ്ഞാനത്തെ സംബന്ധിച്ച്. അതുകൊണ്ടാണത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും പഠിച്ച് മനസ്സിലാക്കുന്നില്ല, ശബ്ദത്തെ അപേക്ഷിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല. ശബ്ദം ഒരു നിമിത്തമായി വരുമ്പോൾ സ്വയം വെളിപ്പെടുന്നത് പോലെ, ചക്ഷുരിന്ദ്രിയം ഒരു നിമിത്തമായി വരുമ്പോൾ പ്രകാശം പ്രകാശിക്കുന്നുണ്ട്. പ്രകാശത്തെ ചക്ഷുരിന്ദ്രിയം പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത് സ്വയം തത്സ്വരൂപമാണ്, പ്രകാശസ്വരൂപമാണ്. അതുപോലെ ഇതിന് സമാനമായി തന്നെയാണ് അജ്ഞാനത്തിന് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, തത്ര ആവരണം ന യത്നാന്തരം അപേക്ഷതേ. മറ്റൊരു യത്നത്തെയും അത് അപേക്ഷിക്കുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അതാണ് ചോദ്യം. നിത്യമുക്തമായിരിക്കുന്ന ആത്മാവ്, സ്വയം പ്രകാശിക്കുന്ന ആത്മാവിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവിക്കുന്നതിന് വേറെ ഹേതുക്കളൊന്നുമില്ല. അതിനാണ് യത്നാന്തരം എന്ന് പറയുന്നത്. മറ്റൊന്നുമില്ല അവിടെ. അജ്ഞാനവും അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖം ച വിപരീയതേ പ്രകടീക്രിയതേ. ദുഃഖം സഹജമായി പ്രകടമാകുന്നു, അജ്ഞന്റെ അവസ്ഥ. ഇത് പറയുന്നത് രണ്ട് തലത്തിൽ വിശദീകരിക്കുകയാണ്. ഒന്ന് അജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് അജ്ഞന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനം പറയുകയാണ്. എന്താണ്? നിന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം നിന്നിൽ സഹജമായിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ചോദ്യം വരുമ്പോൾ ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു, മോക്ഷം എങ്ങനെ സംഭവിക്കുന്നു? ഇത് സഹജമാണെങ്കിൽ അപ്പോൾ അതിന് അജ്ഞന്റെ തലത്തിൽ സമാധാനമൊന്നുമില്ല. അജ്ഞന്റെ പ്രശ്നങ്ങൾക്ക് അജ്ഞന്റെ തലത്തിലൊരു സമാധാനം പറയാനില്ല. അതിനൊറ്റ വാക്യമുള്ളൂ, സഹജം. അതെല്ലാം അങ്ങനെ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറിച്ചാണെങ്കിലോ പിന്നെ അത് വിജ്ഞന്റെ തലത്തിലേക്ക് പോകണം. അജ്ഞന്റെ തലത്തിലൊരു സമാധാനം പറയാനില്ല, സഹജം എന്നുള്ള ഒരു വാക്കല്ലാതെ. വിജ്ഞന്റെ തലത്തിലേക്ക് വന്നാലോ അവിടെയും ഒന്നേ പറയാനുള്ളൂ, എല്ലാം സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ രണ്ടിനെയും നമുക്ക് ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. എന്ന് പറയുമ്പോൾ അജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനൊന്നും പൂർണ്ണമായ സമാധാനം ഇല്ല. സഹജമായിരിക്കുന്ന ഒന്നിനെ ഒരിക്കലും മാറ്റാനൊക്കത്തില്ല. അജ്ഞനിൽ സഹജമായിരിക്കുകയാണ് അവന്റെ സർവ ദോഷങ്ങളും. അതവിടെ അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നുണ്ട്. ഇത് ആശയം തന്നെയാണ് ഗീതയെന്നും പറഞ്ഞത്, യാ നിശാ സർവഭൂതാന തസ്യാം ജാഗ്രതി സംയമി. അവിടെ ഇത് തന്നെ പറഞ്ഞത്. അജ്ഞാനിയുടെ ഉണർവിൽ അത് മറ്റൊരു തലം. അവിടെ ഈ അജ്ഞാനവും കോലാഹലങ്ങളൊന്നും തന്നെ ഇല്ല. അജ്ഞന്റെ ഉറക്കത്തിൽ ഈ ജ്ഞാനവും ഒന്നുമില്ല. അജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ജ്ഞാനത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതൊരിക്കലുമില്ല. ജ്ഞാനിയുടെ തലത്തിൽ അജ്ഞന്റെ പ്രശ്നങ്ങളും സമാധാനങ്ങളും അതവിടെയില്ല.
പൂർണ്ണമായും രണ്ട് തലമാണ്. നമ്മൾക്ക് പറ്റുന്ന തകരാറ് എന്താണ്? അജ്ഞന്റെ തലത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതാണ് തകരാറ്. രണ്ട് തലമാണ്. ഇവിടെ നിന്ന് എത്ര ശ്രമിച്ചാലും അത് നടക്കത്തില്ല. എന്തുകൊണ്ട്? പരമാർത്ഥജ്ഞാനസ്യ ദുർലഭത്വ. പരമാർത്ഥജ്ഞാനം ദുർലഭമാണ്. തനിക്ക് സ്വയം അജ്ഞനായിരിക്കുകയും വേണം, പരമാർത്ഥജ്ഞാനവും വേണം. ഇത് രണ്ടും കൂടി നടക്കത്തില്ല. അത് ദുർലഭമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ച്? ജ്ഞാനിയെ സംബന്ധിച്ചല്ല, അജ്ഞനെ സംബന്ധിച്ച്. എന്തുകൊണ്ട്? അവനിൽ സഹജമായിരിക്കുന്ന അജ്ഞാനമാണ്. അജ്ഞാനം സഹജമായിരിക്കുമ്പോൾ അത് ദുർലഭമായിരിക്കും. ശാസ്ത്രം ഇതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? കാരണം ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതായിട്ടും അവൻ അന്ധതയിൽ എന്തുകൊണ്ടിരിക്കുന്നു? അതിന് സമാധാനം. ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതല്ലേ, എന്നാലും സ്വയം അന്ധതയിലിരിക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രം ഇതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയും. എന്നാലും അവനതിനെ വെളിപ്പെടുന്നില്ല. ശാസ്ത്രത്തെ ഒരു നിമിത്തമാക്കി അത് അവന് വെളിപ്പെടുന്നില്ല. ഭഗവാൻ അസു ആത്മാ അദ്വയോ ദേവ. ഇത് ദേവനാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്, അദ്വൈനാണ്. എന്നുവെച്ചാൽ ഈ ജാഗ്രത സ്വപ്നങ്ങൾ, ഇതാണല്ലോ ദ്വൈതം. ഇതില്ലാത്തവനാണ് ഭഗവാൻ. എന്നാൽ ഇവനിൽ തന്നെയാണ് ഇത് സർവ്വവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധവും മോക്ഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് സംഭവിക്കുന്നുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. സർവ്വ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നവൻ. ഇവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഈ ദയോപലബ്ധി, മറ്റൊന്ന് സ്വപ്രകാശം. ഇതാണ് ഇതിന്റെ ഐശ്വര്യം. ഈ അദ്വൈനായിരിക്കുന്ന പ്രകാശിക്കുന്നവനായിരിക്കുന്ന ഇവനിൽ ഇത് രണ്ടും അനുഭവപ്പെടുന്നു. അജ്ഞന്മാർക്ക് എല്ലാം അന്ധതയെ അനുഭവപ്പെടുന്നു, വിജ്ഞന്മാർക്കെല്ലാം പ്രകാശമായി അനുഭവപ്പെടുന്നു. രണ്ട് തലത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം പ്രകാശം മാത്രം. അതഃ വേദാന്തൈർ ആചാര്യൈ ബഹുശഃ ഉച്യമാനോപി. ഇവിടെ പറയുക വേദാന്തൈ ആചാര്യൈ. വേദാന്തവും ആചാര്യനും രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. എന്നാലും ഭാഷ്യകാരൻ അല്പം മുൻതൂക്കം കൊടുക്കുന്ന എപ്പോഴും വേദാന്തത്തിനായിരിക്കും. അത് കഴിഞ്ഞുള്ളൂ ആചാര്യൻ സ്ഥാനം. വേദാന്തം ആദ്യം പറഞ്ഞു. ശ്രുതി ചിലത് പറയും ശ്രുതി ആചാര്യ ഉപദിഷ്ട. വേദാന്തത്തിനാ പ്രാധാന്യം കൊടുക്കും. രണ്ടാമതേ ഉള്ളൂ ആചാര്യന്റെ സ്ഥാനം. വേദാന്തം ശ്രുതി. എന്തുകൊണ്ട്? ആചാര്യനും ശ്രുതി ആശ്രയിക്കേണ്ടി വരും ഉപദേശിക്കാൻ. അതുകൊണ്ടാണ് ശ്രുതിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ശ്രുതി സ്വയം പ്രകാശിക്കും. ശ്രുതിയുടെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രകാശമാണ്. ആചാര്യൻ ഇതിനെ വെളിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ശ്രുതി ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ആർക്കാ അവിടെ പ്രാധാന്യം? വേദാന്തത്തിനാണ്. അത് കഴിഞ്ഞ് ആചാര്യം വരുന്നു. കാരണം വേദാന്തൈ ആചാര്യശ്ച
വേദാന്തവും ആചാര്യനും അല്ലെങ്കിൽ ശ്രുത്യാചാരി അങ്ങനെയും പറയും. ഉപനിഷത്ത് ആചാര്യൻ അങ്ങനെയും പറയും. ഉപനിഷത്താചാര്യൻ. ആചാര്യന് ഈ ശ്രുതി ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്, വെളിപ്പെടുത്താൻ വേണ്ടി. ആചാര്യന് സ്വയം പ്രകാശിക്കുന്നവനാണ്. പക്ഷെ ബഹുശൗച്യമാനോ ശിഷ്യനെ ഉപദേശിക്കുമ്പോൾ എന്തിനാശ്രയിച്ച് ഉപദേശിക്കും? ശ്രുതി ആശ്രയിച്ചല്ലേ പറ്റും, മറ്റല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കാനില്ല. ഈ തത്വത്തെക്കുറിച്ച് ആചാര്യൻ പറയുന്നത് തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത്, അല്ല വേറൊന്നുമില്ല. ശ്രുതി തത്വത്തെ ആചാര്യൻ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് തന്നെ ശ്രുതി. അതിലൂടെ അല്ലാതെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? അതുകൊണ്ട് പറയുന്നു വേദാന്താചാര്യഹി ബഹുശൗച്യമാനോ, പല പ്രകാരത്തിൽ പറഞ്ഞിട്ടും എന്നാണ്. ആചാര്യന്മാര് പലരാണ്, അവരുടെ ഉപദേശങ്ങളും പലതാണ്. എല്ലാവരുടെയും താല്പര്യം ഒന്ന് ഒരേ ഒരു കാര്യത്തിൽ തന്നെയാണ് അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതാണ് പറയുന്നത് പല പ്രകാരത്തിലും പറയുന്നു. ശിഷ്യന്റെ നിലവാരമനുസരിച്ച് പറയുന്നു. മുമ്പ് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? മിഥ്യാഭിനിവേശം. മിഥ്യാഭിനിവേശം കൊണ്ട് എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? അവിടെ സാധന സമ്പത്തിയില്ല. ആചാര്യന്മാരുടെ ഉപദേശം ചിലപ്പോൾ തത്വത്തെ നേരിട്ട് പ്രകാശിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോൾ സാധന സമ്പത്തിക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ടാണ് ബഹുശഃ എന്ന് വെച്ചാൽ ബഹുപ്രകാരത്തിൽ ഉപദേശിച്ചിട്ടും നൈവ ജ്ഞാതും ശക്യതേ, എങ്ങനെയൊക്കെ വെളിപ്പെടുത്തിയിട്ടും അത് വെളിപ്പെടുന്നില്ല എന്നാണ്, ശിഷ്യന് വെളിപ്പെടുന്നില്ല എന്നാണ്. അത് പറയുന്നതിന്റെ താല്പര്യം ഇത് തന്നെ, അത് ശിഷ്യന്റെ യോഗ്യത ആശ്രയിച്ചിരിക്കുന്നു. ഗുരുവിന്റെ യോഗ്യത ആശ്രയിക്കുന്നില്ലേ? യോഗ്യനെയാണ് ഗുരു എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഗുരുക്കന്മാരല്ല. ഗുരു ഒരു തരത്തിലേ ഉള്ളൂ, ശിഷ്യന്മാര് പലതരത്തിൽ വരാം. ഗുരു എന്താ ഒരു തരത്തിൽ വരുന്നത്? നമ്മൾ പറയുന്നു സദ്ഗുരു അസദ്ഗുരു എന്ന് പറയുന്നു. അസത് എന്ന് പറയുന്ന ഒരിക്കലും ഗുരു ആകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അസത്തിനെ എങ്ങനെ ഗുരു എന്ന് പറയും? ഗുരു ആകത്തില്ല. അപ്പൊ ഗുരു ഏകരൂപത്തിലുണ്ട്. പക്ഷെ ശിഷ്യന്മാരങ്ങനെയല്ല. ഉത്തമ, മധ്യമ, മന്ദന്മാരെന്നെല്ലാം ശിഷ്യന്മാരെ അധികാരി ഭേദം അനുസരിച്ചൊക്കെ തിരിച്ചു പറയും. അങ്ങനെയാണെങ്കിൽ ഗുരു ഏകനാണെങ്കിൽ പല ഉപദേശങ്ങൾ അങ്ങനെ വരുന്നു. ഏകനായ ഗുരു ഏകരൂപത്തിൽ തന്നെയാണ് ഉപദേശിക്കുന്നത്. നമ്മൾ പല ഗുരുക്കന്മാരെ കാണുന്നു, പലതരത്തിലുള്ള ഉപദേശം കാണുന്നു. ഇവിടെയും പറയുന്നു ബഹുശൗച്യമാനോ, പലതരത്തിൽ ഉപദേശിച്ചിട്ടും. ഗുരു ഒരാൾ തന്നെയാണ്, പല ഗുരുക്കന്മാരും. പക്ഷെ ഉപദേശം പലതരത്തിൽ വരാം. അതിവിടെ അംഗീകരിക്കുന്നുണ്ട്. ബഹുശഃ പല പ്രകാരത്തിൽ എന്നാണ്. അത് ശിഷ്യന്മാരുടെ ഭേദമനുസരിച്ചാണ്, ഗുരുക്കന്മാരുടെ ഭേദമനുസരിച്ചാണ്. ഗുരു ഏകനാണ്. എന്തുകൊണ്ട്? ഉപദേശവും ഏകമാണ്. എങ്ങനെ? അത് ശ്രുതിയാണ്. പക്ഷെ ശിഷ്യന്മാരുടെ ഭേദമനുസരിച്ച് ആ ഉപദേശത്തിൽ വ്യത്യാസപ്പെടുത്തും, പലതാകും. ശിഷ്യന്റെ നിലയനുസരിച്ച് ഉപദേശം വരും.
അത് ഉപദേശം ഏത് തരത്തിലായാലും ശരി ഈ പരമാർത്ഥത്തെ സർവർക്കും ബോധിക്കാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത്. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. ജ്ഞാതും നശിക്കതേ, ഇത് പ്രകാശിക്കുന്നില്ല, ശിഷ്യന് പ്രകാശിക്കുന്നില്ല. ഉപായങ്ങൾ നിരവധി ഉണ്ടായിരുന്നിട്ടും എന്ന് പറയുന്നു. ആശ്ചര്യോ വക്ത കുശലോ അസ്യലബ്ധ. വക്താവ് ആശ്ചര്യം തന്നെ. ഇവിടുത്തെ ആശ്ചര്യം എന്ന് പറയുന്നത് എന്താണ്? പരമമായ തത്വത്തെ ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആചാര്യൻ അജാതത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആ തത്വം ആശ്ചര്യം തന്നെയാണ്. എന്തുകൊണ്ട് ആശ്ചര്യം എന്ന് പറയുന്നു? കാരണം ഒരജ്ഞനെ സംബന്ധിച്ച് എന്താണ് അവന്റെ അനുഭവം? അനുഭവങ്ങളെല്ലാം നിരാകരിച്ചിട്ട് നേരെ വിപരീതമായിരിക്കുന്ന പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. അതാണ് എന്റെ ആശ്ചര്യം എന്ന് പറയുന്നത്, അദ്ഭുതം എന്ന് പറയുന്നത്. എന്താണോ അവന്റെ അനുഭവം? അവന്റെ അനുഭവം എന്താണ്? പ്രപഞ്ച സത്യമാണെന്നുള്ള അനുഭവം, അനുഭവങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ള അനുഭവം, ഈ ജാഗ്രത സ്വപ്നങ്ങൾ എല്ലാം വാസ്തവമായി ഗ്രഹിക്കുക, ഇതൊക്കെയാണ് അനുഭവം, അജ്ഞന്റെ അനുഭവം. അതിന് നേരെ വിപരീതമായിട്ട് എന്തിനാണ് അവന്റെ ബുദ്ധി ഒരിക്കലും അംഗീകരിക്കാത്തത്? അങ്ങനെ ഒന്നിനെ പ്രകടമാക്കുന്നത്. അതാണ് ആശ്ചര്യം. അത് നമ്മളെന്തിനാണ് ആശ്ചര്യം എന്ന് പറയുന്നത്? നമ്മുടെ അനുഭവത്തിനും നമ്മുടെ യുക്തിക്കും നമ്മുടെ ഊഹത്തിനും എല്ലാം അപ്പുറമായി എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴാണ് നമ്മളത് ആശ്ചര്യം എന്ന് പറയുന്നത്. ഇന്നുവരെയുള്ള അനുഭവത്തിനപ്പുറമായി കാണും, നമ്മൾ ഊഹിക്കുന്നതിനപ്പുറം കാണും, നമ്മുടെ പ്രമാണങ്ങൾക്കെല്ലാം അപ്പുറമായി കാണും, നമ്മുടെ യുക്തിക്കും അപ്പുറമായി കാണും. അത് നമ്മൾ ആശ്ചര്യം എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെയും വക്താവ് ആശ്ചര്യകരമായ സത്യത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് വക്താവിനെ കുറിച്ച് പറയുന്നത് അതിനൊരു ആശ്ചര്യമാണ്. കാരണം അജ്ഞന്റെ അനുഭവത്തിന് നിരക്കുന്ന കാര്യമാണ് പറയുന്നത്, അതിനപ്പുറം പറയും. അജ്ഞന്റെ പ്രമാണങ്ങൾ സാധൂകരിക്കുന്ന ഇതിനെയല്ല വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു സത്യമല്ല. അതുകൊണ്ട് ആശ്ചര്യമാണ്. ഈ പറയുന്ന ഈ പരമാർത്ഥ തത്വം ഒരിക്കലും അജ്ഞന്റെ യുക്തിക്ക് ബോധിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വക്താവ് ആശ്ചര്യം തന്നെ, ആശ്ചര്യമായിരിക്കുന്നു. അങ്ങനെ ആശ്ചര്യകരമായ വക്താവിന് കിട്ടേണ്ട ശ്രോതാവ് എങ്ങനെയായിരിക്കും? കുശലോ അസുലഭ. അങ്ങനെ ഒരു ശ്രോതാവിനെ ഇത് പരിപൂർണമായി പ്രയോജനപ്പെടുത്തണം. ശ്രോതാവും കുശലനായിരിക്കും എന്ന് വെച്ചാൽ ഈ ആശ്ചര്യ രൂപത്തിലുള്ള വക്താവിന്റെ ആശ്ചര്യകരമായി വെളിപ്പെടുത്തൽ അത് ഗ്രഹിക്കുന്നതിന് ഉള്ള കുശലത അവനുണ്ടായിരിക്കണം. അസുലഭ എന്റെ ശ്രോതാവ്. രണ്ടും ഒരുമിച്ച് ചേരണം, എന്നാണ് ഇത് ഫലം ചേർക്കുന്നു. വേദാന്തം അല്ലെങ്കിൽ ശ്രുതി അവിടെ ഫലവത്താകത്തും. ഇക്കാര്യം ശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇവിടെ ആചാര്യൻ ഈ തത്വത്തെ നമ്മോട് ഉപദേശിക്കുന്നത് വളരെ ആശ്ചര്യം തന്നെയാണ്. ആചാര്യൻ സ്വയം ആശ്ചര്യമാണ്, ആചാര്യന്റെ ഉപദേശവും ആശ്ചര്യമാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒന്നാണ്, കേട്ടാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ അത് മഹത്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ്. മഹത്വം എന്താണ്? ഗ്രഹിക്കാതെ തന്നെ അതിന്റെ മഹത്വം ബോധ്യപ്പെടുന്നു. ഒരു ഭൗതികമായ ഒരു വസ്തുവിന്റെ പോലും മഹത്വം പലപ്പോഴും ഗ്രഹിച്ചിട്ടായിരിക്കില്ല നമ്മളതിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുന്നത്. എന്താണ് ഇത് മഹത്വം ആണ് എന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ മഹത്വം എന്താണെന്ന് പിടികിട്ടത്തില്ല.
അതുപോലെയാണ് ഇവിടുത്തെ ഈ തത്വപ്രകാശനം. അത് മഹത്താണെന്നറിയാം കേട്ടിടത്തോളം. പക്ഷെ അതിന്റെ മഹത്വം അതേപടി വെളിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? വക്താവിൽ ആ ശ്രോതാവിൽ അതിനുള്ള കുശലതയില്ല, സാമർഥ്യമില്ല. കൗശലം, സാമർഥ്യം അതില്ല. അത് രണ്ടും ഒത്തുചേർന്നു. രണ്ടും ഒത്തുചേർന്നാലേ ഇതിന്റെ പൂർണ്ണത സംഭവിക്കത്തുള്ളൂ. ആ പൂർണ്ണതയിൽ എന്താണ്? പിന്നെ വക്താവ്, ശ്രോതാവ് എന്നുള്ള ഭേദം അവിടെ നഷ്ടപ്പെടുകയാണ്. വക്താവിനവിടെ പിന്നെ ഗുരുവായി മാറി നിൽക്കാനും ശിഷ്യന് ശ്രോതാവായി മാറി നിൽക്കാനും കഴിയാത്ത അവസ്ഥ വരും. ഗുരുർനൈവ ശിഷ്യ എന്ന് പറഞ്ഞിരിക്കും. ആ അവസ്ഥയെക്കുറിച്ചാണ്. അതാണ് ഇതിന്റെ പരമാവധി എന്ന് പറയുന്നത്. അത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അത് സംഭവിക്കുമ്പോൾ ഈ പറയുന്നത് ശരിയായി തീരും. എന്താണ്? ആശ്ചര്യോ വക്ത കുശലോ അശ്ലബ്ധ. ആ പറയുന്നത് ആ വക്താവിന്റെയും ശ്രോതാവിന്റെയും ഏകത്വത്തെ കുറിച്ചാണ്. വക്താവ് ആശ്ചര്യ രൂപത്തിലിരിക്കുന്നു, ശ്രോതാവ് കുശലനായിരിക്കുന്നു. അവിടെ പിന്നെ ഭേദം. അത് സംഭവിക്കാത്തിടത്തോളം കാലം എന്താണ്? ബഹുശ ഉച്യമാനോപി നൈവ ജ്ഞാതും ശക്യത. അതാണ് ഭാഷ്യകാരൻ പറഞ്ഞത്. പല പ്രകാരത്തിൽ ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ബോധിക്കുന്നില്ല. അവിടെ ആചാര്യനും പരാജയപ്പെടുന്നു, ശിഷ്യനും പരാജയപ്പെടുന്നു. ഗുരു ഗുരുവായിരിക്കുന്നു, ശിഷ്യനായിരിക്കുന്നു. അടുക്കത്തിൽ അതാണ് എന്റെ വ്യത്യാസം. പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ തത്വം മഹത്വമുള്ളതാണ്. പക്ഷെ ആ മഹത്വം വെളിപ്പെടുന്നില്ല വേണ്ടവണ്ണം. ശ്രവിക്കുന്നവനും വെളിപ്പെടുന്നില്ല. അതിന്റെ ഹേതു ആ സാധന സമ്പത്തിയുടെ പൂർണ്ണതയില്ലായ്മയാണ്. ആ പൂർണ്ണത വന്നാൽ അത് വെളിപ്പെടുന്നു. ഇവിടെ ആചാര്യൻ ശ്രോതാവ് എന്നുള്ള ഭേദം നഷ്ടപ്പെടുന്നു. അതുവരെ അത് വേറിട്ട് നിൽക്കുന്നു. രണ്ടും അതുവരെ രണ്ട് സഹജമായിരിക്കുന്നു. അജ്ഞാനം സഹജമായിരിക്കുന്നു, ശിഷ്യന് തന്റെ അജ്ഞാനം സഹജമായിരിക്കുന്നു, ഗുരുവിന് തന്റെ ജ്ഞാനവും സഹജമായിരിക്കുന്നു. അതാണ് പരമാർത്ഥം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സുഖം ആബ്രിയത്തെ നിത്യം ദുഃഖം വിവ്രിയത്തെ സദാ യസ്യ തസ്യ ച ധർമ്മസ്യ ഗ്രഹേണ ഭഗവാനസോ അസ്തി നാസ്തി അസ്തി നാസ്തീതി നാസ്തി നാസ്തീതി വാ പുനഃ ചല സ്ഥിരോ ഭയാഭാവേർ ആവർണോത്യവ ബാലിശ. മുമ്പ് പറഞ്ഞല്ലോ, ഈ തത്വം പ്രകാശിക്കുന്നതാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. അത് ശ്രുതി വെളിപ്പെടുത്തിയാലും ശരി, ആചാര്യം വെളിപ്പെടുത്തിയാലും ശരി. അല്ലാതൊരിക്കലും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല. പഠിച്ച് മനസ്സിലാക്കുന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ശീലമായിരിക്കുന്ന എന്താണ്? പഠനമാണ്. കാരണം അത് ശീലിച്ചു പോയതാണ് പഠനം.
അതിലൂടെ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? വിഷയഗ്രഹണം ഉണ്ടാകുന്നു. പഠിക്കുന്ന വിഷയഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ്. കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, സർവത്ര വിഷയഗ്രഹണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഠനത്തിലൂടെ വിഷയഗ്രഹണമേ സംഭവിക്കും. വേദാന്തം പഠിച്ചാലും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിച്ചാലും അവിടെ വിഷയഗ്രഹണമേ സംഭവിക്കത്തുള്ളൂ. ഈ പറയുന്ന തത്വപ്രകാശം സംഭവിക്കില്ല എന്നർത്ഥം. നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ ഉപനിഷത്ത് പഠിക്കുന്നു, നമ്മൾ കണക്ക് കൂട്ടുമല്ലോ, ബ്രഹ്മസൂത്രം പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു, ഗീത പഠിച്ചു, ഇനിയും പഠിക്കാനുണ്ട് ഗ്രന്ഥങ്ങൾ, അനന്തശാസ്ത്രം, ബഹുവേദിതവ്യം, ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. അനാത്മശാസ്ത്രങ്ങൾ പോലെ അധ്യാത്മശാസ്ത്രം തന്നെ ഒരുപാടുണ്ട്. എല്ലാം കേവലം ബുദ്ധിവ്യായാമം. നല്ലതാണ്, ബുദ്ധിക്കൊരു വ്യായാമത്തിന് നല്ലതാണ്. ശരീരത്തിന് വ്യായാമം ഉണ്ടെങ്കിൽ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കും. ബുദ്ധിക്ക് വ്യായാമം ഉണ്ടെങ്കിൽ നല്ലതാണ്, ബുദ്ധിക്ക് ആരോഗ്യം ഉണ്ടാവും. ഈ ശാസ്ത്ര പഠനം കേവലം ബുദ്ധി വ്യായാമത്തിന് ഉപകരിക്കും. അല്ലാതെ അതിന് വേറെ പ്രയോജനമൊന്നുമില്ല. ബുദ്ധിക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുന്ന നല്ലതാണ്, ദോഷമുള്ള കാര്യം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെയുള്ളൂ. അത് പറയുന്നത് ഞങ്ങൾ വിഷയത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ചിലർ പറയും അല്ല, തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അത് സാധ്യമല്ല. പഠനം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല, പഠനം കൊണ്ട് തത്വജ്ഞാനവും ഉണ്ടാകത്തില്ല, ജ്ഞാനവും അതുകൊണ്ട് സംഭവിക്കത്തില്ല. ഇത് രണ്ടും എന്താണ്? മോക്ഷവും ജ്ഞാനവും ഇത് രണ്ടും പഠിച്ചു നേടിയിട്ടില്ല. പഠനത്തിലൂടെ അത് സാധ്യമല്ല. പിന്നെ പറയുന്നു ജ്ഞാനം കൊണ്ട് മോക്ഷമെന്ന്. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ളത് പറയുന്നത് ശരിയാണ്, പക്ഷെ പഠനം കൊണ്ട് സാധ്യമല്ലെന്നാണ്. നമ്മുടെ മനസ്സിൽ പഠിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? വിഷയത്തെ ഗ്രഹിക്കുന്നു എന്നാണ്. പഠനം എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന അത്രയാണ്, വിഷയത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ പഠനത്തിലൂടെ നമ്മൾ പരമാവധി സാധിക്കുന്ന എന്താണ്? വിഷയഗ്രഹണമാണ്. അപ്പൊ വിഷയഗ്രഹണത്തിലൂടെ തത്വഗ്രഹണം സാധ്യമല്ല. കാരണം തത്വം വിഷയമല്ല, വിഷയമായി ഗ്രഹിക്കുന്ന ഒന്നും തത്വമല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ശീലമായി പോകുന്നു. ബാല്യം മുതൽ നമ്മൾ പഠിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. അത് തത്വത്തെ സംബന്ധിച്ചാലും നമ്മുടെ ആ ധാരണ, ശീലം മാറ്റാൻ പ്രയാസമാണ്. സഹജമായി വന്നുപോയി, സഹജമായി സ്വയം പഠിക്കുന്നു, മറ്റുള്ളവർ പഠിപ്പിക്കുന്നു, രണ്ടും സംഭവിക്കുന്നു. അങ്ങനെ ആ ശീലത്തെ മാറ്റാൻ പറ്റും. അത് സാധ്യമല്ല. അസാധ്യമല്ലെന്ന് പറഞ്ഞാൽ എന്താ അതൊന്നും ഉദ്ദേശിക്കുന്നത്? കാരണം അത് ബുദ്ധിയുടെ പരിശ്രമമാണ്. ബുദ്ധി എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ഒരു പദാർത്ഥമാണ്. ഭൗതികമായ പദാർത്ഥമായ ബുദ്ധി കൊണ്ട് എങ്ങനെ തത്വം വെളിപ്പെടുത്തില്ല. അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ ശ്രമിച്ചവരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ.
മനനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, ആത്മതത്വത്തെയും വിഷയമായി ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിച്ചവർ, അതിവിടെ അംഗീകരിക്കുന്നില്ല. ബുദ്ധിയിലൂടെ നേടുന്നതിനെ കുറിച്ചല്ല ഇവിടെ അജാതത്തിൽ പറയുന്നത്. തത്വത്തെ അങ്ങനെയല്ല ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ പഠന സമ്പ്രദായം അതിവിടെ പ്രയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞല്ലോ, ഇത് നിർനിമിത്തമാണ്, ഇത് പ്രകാശിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പഠനം പ്രയോജനമില്ലാത്തതെന്നല്ല പറഞ്ഞല്ലോ. ഭക്ഷണവും മരുന്നും ആരോഗ്യത്തെ നിലനിർത്തുന്നത് പോലെ ബുദ്ധിക്കും ആഹാരം ആവശ്യമാണ്, ബുദ്ധിക്ക് മരുന്ന് ആവശ്യമാണ്, ബുദ്ധിക്ക് വ്യായാമം ആവശ്യമാണ്. അതെല്ലാം ബുദ്ധിയെ സഹായിക്കും. തത്വം വെളിപ്പെടുന്നത് നിർനിമിത്തമാണ്, ഇതിനെയൊന്നും ആശ്രയിച്ചിട്ടല്ല. ഇനി ബുദ്ധിയെ നമ്മൾ ആശ്രയിച്ചാലോ കൂടുതലായിട്ട് ബുദ്ധിയുടെ ഒരു സ്വഭാവം ഉണ്ടെന്നാണ്, അത് സദാ വികല്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു സമയം നമുക്ക് തോന്നിക്കും ഇതാണ് ശരി, അടുത്ത സമയം തോന്നും ഇതല്ല മറ്റതാണ് ശരി. ഇതാണ് വികല്പങ്ങളെന്ന് പറയുന്നത്. ബുദ്ധിയുടെ സ്വഭാവമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പലതും ബുദ്ധി ശരിയാണെന്ന് തോന്നിപ്പിക്കും, പലതും തെറ്റാണെന്ന് തോന്നിപ്പിക്കും. സാധ്യത്തെ സംബന്ധിച്ചും സാധനങ്ങളെ സംബന്ധിച്ചും ബുദ്ധി പോലെ വികല്പങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധി ആശ്രയിച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും സ്ഥായിയായി നിൽക്കത്തില്ല. നമ്മൾ കാണാറുണ്ടല്ലോ, വേദാന്തം കേൾക്കുമ്പോൾ ചിലർ ശരി ഇനി വേദാന്തത്തെ തന്നെ ഒരു നോക്കാം, അതിന് പരിശ്രമിക്കും. കുറച്ചു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് ഫലമൊന്നും കണ്ടില്ലെങ്കിൽ ഉടനെ ശരി ഇനി വേണ്ട, ഇനി കുറച്ച് യോഗ ശീലിച്ചു നോക്കാം, യോഗാഭ്യാസങ്ങൾ ചെയ്യാം. അതിനും പ്രത്യേകിച്ച് ഫലം കാണത്തില്ല. അത് കഴിയുമ്പോൾ പറയും ശരി എന്നാ ഇനി അത് വേണ്ട, കുറച്ച് ജപമാകാം, അത് നോക്കും, നടക്കത്തില്ല. എന്നാൽ പിന്നെ ഇനി കുറച്ച് ധ്യാനമാകാം, അതിൽ തന്നെ പല പല ഉപായങ്ങൾ, പല പല ടെക്നിക്കുകളും മാറി മാറി നോക്കും. ഒന്ന് കുറച്ച് ദിവസം നോക്കുക, രക്ഷയില്ല, അടുത്തത് നോക്കുക, രക്ഷയില്ല, അവസാനം എല്ലാം ഉപേക്ഷിക്കുക. ബുദ്ധിയുടെ കളിയായി. സാധാരണ എല്ലാവരും ഇത് തന്നെ ചെയ്യും. ബുദ്ധി കൊണ്ടിവിടെ തത്വഗ്രഹണത്തിലും അതിലൂടെയുള്ള മോചനത്തിനും ബുദ്ധി വലിയ സഹായമൊന്നും ചെയ്യത്തില്ല. ബുദ്ധി ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? മുമ്പ് ബുദ്ധി ആശ്രയിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് അടുത്ത്. അസ്ഥി നാസ്തി ഇത്യാദി സൂക്ഷ്മ വിഷയാവി പണ്ഡിതാനാം ഗ്രഹ ഭഗവതഃ പരമാത്മന ആവരണ പറയുന്നു. പണ്ഡിതന്മാർ എന്ന് പറയുന്നത് സൂക്ഷ്മബുദ്ധിയുള്ളവർ, ഏതൊരു പദാർത്ഥത്തിന്റെയും തത്വത്തെ ഗ്രഹിക്കുന്നതിന് ശേഷിയുള്ളവർ, അവർ വളരെയധികം മനനം ചെയ്യുന്നവർ, ശാസ്ത്രങ്ങളെല്ലാം അനാത്മശാസ്ത്രങ്ങളല്ല അധ്യാത്മശാസ്ത്രങ്ങൾ തന്നെ ശരിക്കും പഠിക്കുന്നവർ, ചിന്തിക്കുന്നവർ. അസ്ഥി നാസ്തി ഇത്യാദി സൂക്ഷ്മ വിഷയ അവി പണ്ഡിതാനാം ഗ്രഹ. പണ്ഡിതന്മാരുടെ അറിവ് വളരെ സൂക്ഷ്മമാണ്. അവർ പറയുന്നത് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കൂടി പ്രയാസമാണ്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അത്രയും ബുദ്ധി സൂക്ഷ്മത എത്തിച്ചേ. അവരുടെ ആ ബുദ്ധി എന്ന് പറയുന്നത്
അധ്യയനം കൊണ്ട് അത്രയും തീക്ഷ്ണമായതാണ്. ആ തീക്ഷ്ണതയുള്ള ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ പറ്റും. അവർ പറയുന്നു ഓരോരോ ശാസ്ത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു പോകും. മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അത്രയും ബുദ്ധിസൂക്ഷ്മതയുടെ ഫലമാണ്. അവരുടെ ഓരോ നിഗമനങ്ങൾ എന്താണ്, ചിലരുടെ അസ്ഥി എന്ന് പറയുന്നു, ചിലരുടെ നാസ്തി എന്ന് പറയുന്നു, ചിലരുടെ അസ്ഥി നാസ്തി എന്ന് പറയുന്നു, ചിലരുടെ നാസ്തി നാസ്തി എന്ന് പറയുന്നു. ഈ ശബ്ദത്തിനപ്പുറം അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. അത് അത്യധിക സൂക്ഷ്മമാണ് പണ്ഡിതന്മാരുടെ ആ അറിവ്. പണ്ഡിതാനാം ഗുരഹ, പണ്ഡിതന്മാരുടെ അറിവ്. പക്ഷെ ഈ സർവ്വ അറിവുകളും പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ജപവും ധ്യാനവും യോഗവും എന്തിനും ഭക്തിയും ഇതുപോലെയൊക്കെയാണ്. ഇതുപോലെയാണ് എന്താണ് ഭഗവതഃ പരമാത്മന ആവരണായവ. ഇതെല്ലാം ഈ പരമാത്മാവായിരിക്കുന്ന ഈ ഭഗവാന്റെ ആവരണങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ ഇതെല്ലാം മറയ്ക്കുന്ന മാത്രമാണ്. ഈ ചെയ്യുന്ന എല്ലാ അഭ്യാസങ്ങളും നമ്മൾ വിവേകമുണ്ടെന്ന് കരുതുന്നവരുടെ അവരുടെ ഈ ബുദ്ധിയുടെ വെളിപ്പെടുത്തലുകൾ അസ്ഥി നാസ്തി എന്നിങ്ങനെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവരെല്ലാം വലിയ കേമന്മാരാണ്, പ്രസിദ്ധന്മാരായ ആചാര്യന്മാരാണ്. പക്ഷെ ഇവരുടെ ഈ ജ്ഞാനം അവരെ സംബന്ധിച്ച് പരമാർത്ഥത്തെ മറയ്ക്കുന്ന ആവരണങ്ങളാണ്. ഇനി ഇത് പഠിക്കുന്നവനോ ഇത് ഗ്രഹിക്കുന്നവനോ അവനെ സംബന്ധിച്ച് അത് അങ്ങനെ ഉപകരിക്കത്തുള്ളൂ. ആ പരമാർത്ഥത്തെ മറയ്ക്കുന്ന ആവരണങ്ങളാണ് എന്നർത്ഥം. അങ്ങനെയിരിക്കെ കിമുത മൂഢജനാനാം ബുദ്ധിലക്ഷണ. അങ്ങനെയാണെങ്കിൽ ഈ മൂഢന്മാരുടെ ബുദ്ധി, മൂഢൻ എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന്റെ ബുദ്ധി, സാധാരണക്കാരന്റെ കൽപ്പനകൾ, അത് ആത്മാവിനെ സംബന്ധിച്ചോ മോക്ഷത്തെ സംബന്ധിച്ചോ സാധനങ്ങളെ സംബന്ധിച്ചോ ഉള്ള കൽപ്പനകൾ, ഇതിനെക്കുറിച്ച് എന്ത് പറയാനെന്നാണ്. പണ്ഡിതന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ കാര്യം എന്താ പറയാൻ? ഇങ്ങനെയാണെങ്കിലും ഏത് മൂർഖനും കരുതും സ്വയം എന്താണ്, ഞാൻ ജ്ഞാനിയാണ്, അതാർക്കും കരുതാം, എനിക്ക് മോക്ഷം കിട്ടി പറയുന്നു. അതൊന്നും പരമാർത്ഥമല്ല. കിമുത എന്ത് പറയാനാണെന്നാണ്. ഇത്യവമർത്ഥം പ്രദർശനാഹ. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. ആ തത്വത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അല്ലെങ്കിൽ ഇവിടെ വെളിപ്പെടുത്തുന്ന അജാതി എന്താണ് അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അസ്തി ആത്മീയതി വാദി കശ്ചിത് പ്രതിപദ്ധ്യതേ. പറയുന്നു ചിലര് അസ്തി ആത്മേതി വാദി കശ്ചിത് വാദി ചിലര് പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? വെറും മൂഢന്മാരെ കുറിച്ചല്ല. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്നൊക്കെ ചിന്തിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. അവരെ നിശ്ചയിക്കുന്നു, അവർക്ക് ഉറപ്പായി എന്താണ് ആത്മാവുണ്ട്, അക്കാര്യത്തിലൊരു സംശയമില്ല. പ്രതിപദ്ധ്യത എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അവർ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ബുദ്ധിക്കനുസരിച്ച് ഉറപ്പിച്ചു, അവരുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് അവർ ഉറപ്പിച്ചു. ഒരു കൂട്ടരങ്ങനെയാണ്. നമ്മുടെ പഴയ
ദർശനങ്ങൾ നോക്കിയ ന്യായ വൈശേഷികത്തിലും മറ്റും അങ്ങനെയാണ്. അവരെല്ലാം ആത്മാവുണ്ടെന്ന് തറപ്പിച്ച് പറയും. അവരജാതിയിലെത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ സാധാരണ ധരിക്കാറുണ്ട് എന്താണ് ആത്മാവുണ്ടെന്ന് അംഗീകരിക്കുക, ഈശ്വരനുണ്ടെന്ന് അംഗീകരിക്കുക. ഇതൊക്കെ വലിയ കാര്യമാണെന്നാണ്, അതൊക്കെ മഹത്തായ കാര്യമാണ്. അവരെക്കുറിച്ച് നമ്മൾ പറയുന്ന നാസ്തികന്മാരാണ്, അവർ ശ്രേഷ്ഠന്മാരാണ്. ഇവിടെ അജാതിയെ സംബന്ധിച്ച് അതിനൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ആത്മാവുണ്ടെന്ന് പറഞ്ഞാലും ശരി, ആത്മാവില്ലെന്ന് പറഞ്ഞാലും രണ്ട് സമം തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ മഹത്വമൊന്നും കൽപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആസ്തികനാണെന്ന് പറഞ്ഞാലും ശരി, നാസ്തികനാണെന്നും പറഞ്ഞാലും ഇവിടെ അതുകൊണ്ട് നിങ്ങൾ വിശേഷിച്ചൊന്നുമില്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങളിലാണ്, വ്യാവഹാരികമായ കാര്യങ്ങളിലാണ്, സാമൂഹികമായ കാര്യങ്ങളിലാണ് നിങ്ങൾ പറയുന്നത് അവൻ നാസ്തികനാണ്, കൊള്ളാം, ശ്രേഷ്ഠൻ, നാസ്തികനാണ്, അവൻ നീചനാണ്. ഇതൊക്കെ അജാതിയിൽ അതൊന്നും ഒരു വിഷയമേ ഇല്ല. ആത്മാവുണ്ട് എന്ന് പറഞ്ഞാലും ശരി, അതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല, വിശേഷിച്ച കാര്യമൊന്നുമില്ല. ഇനി നേരെ മറിച്ച് നാസ്തിത്യപരോ വൈനാശിക നാസ്തികന്മാരുണ്ട്. നാസ്തി എന്ന് പറയുന്നു. ഇവിടെ പ്രാചീനന്മാരെ എടുക്കുകയാണെങ്കിൽ ക്ഷണിക വിജ്ഞാനവും മറ്റും പറയുന്നവർ. അവർ പറയുന്നത് എന്താണ്? ക്ഷണികമായ വിജ്ഞാനം മാത്രമേ ഉള്ളൂ, അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. നാസ്തി. ഇവിടെ പറയുന്ന അജാതി അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ മറ്റൊരു കൂട്ടർ, അവരുമൊക്കെ സൂക്ഷ്മമായി ചിന്തിക്കുന്ന ആചാര്യന്മാരാണ്. അസ്ഥി നാസ്തിത്യ അപരോ അർദ്ധവൈനാശിക. ഇവിടെ പ്രാചീനന്മാരുടെ അനുസരിച്ചും നവീനന്മാരെ അനുസരിച്ചും വ്യാഖ്യാനിക്കാം. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും കാണുന്നവരെ അനുസരിച്ചും പറയാം. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പഴയ ആൾക്കാരെ കണക്കിലെടുത്തുകൊണ്ടാണ്, അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നവരെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചല്ല. അന്ന് അസ്ഥി നാസ്തി എന്ന് പറയുന്നവരുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന സദ് അസദ്വാദി ദിഗ്വാസാഹ ദിഗംബരന്മാരും മറ്റും ജൈനന്മാരുടെ ചില വിഭാഗങ്ങൾ. അവരെന്താണ്? അസ്ഥി നാസ്തി എന്ന് പറയുന്നത്. ആത്മാവിന്റെ അസ്തിത്വത്തെയും നാസ്തിത്വത്തെയും അംഗീകരിക്കുന്നു. ആദ്യം പറഞ്ഞ കൂട്ടർ ആത്മാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ കൂട്ടർ അങ്ങനെ വേറിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നു, വിജ്ഞാനമല്ലാതെ. മൂന്നാമത് കൂട്ടർ പറയുന്നു, അവരെന്താണ് പറയുന്നത്? ആത്മാവ് അസ്ഥി നാസ്തി രണ്ടും പറയുന്നു. അതിന് പറയുന്നത് എന്താണ്? ഇപ്പോൾ മൃതശരീരം, അതിൽ ആത്മാവുണ്ടോ ഇല്ല, അവിടെ ആത്മാവ് നാസ്തി. ജീവിച്ചിരിക്കുന്ന അവനിൽ ആത്മാവുണ്ട്, മരിച്ചവനിൽ ആത്മാവില്ല. പ്രത്യക്ഷമായ അനുഭവം വെച്ചുകൊണ്ട് ചിന്തിച്ചവർ പറയും. സദസദ്വാദി എന്ന് പറയുന്നതാണ്. ഇനി മൂന്നാമതൊരു കൂട്ടർ പറയുന്നു നാസ്തി നാസ്തി അത്യന്തശൂന്യവാദി. അത്യന്തശൂന്യത്തെ കുറിച്ച് പറയുന്നു. സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത ശൂന്യം, അതാണ് അത്യന്തശൂന്യം. നാസ്തി നാസ്തി എന്ന് പറയുന്നു. മുമ്പ് പറഞ്ഞവരെങ്ങനെയല്ല, ക്ഷണിക വിജ്ഞാനം അതുണ്ട്, വേറെയില്ല എന്ന് പറയുന്നു. ശൂന്യവാദി എന്ന് പറയുന്നത് എന്താണ്? അത്യന്തശൂന്യം. അത്യന്തശൂന്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന എന്താണ്? ഏതൊരനുഭവത്തിലും അസ്തിത്വത്തെ അറിയുന്ന ഏതൊരനുഭവത്തിലും രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഏതൊരു വിഷയത്തെയാണോ നമ്മൾ അറിയുന്നത് ആ വിഷയത്തിനൊരാധാരം വേണം. അതിനാണ് നമ്മൾ അസ്തിത്വം എന്ന് പറയുന്നത്. പുസ്തകത്തെ ഞാൻ അറിയുന്നു, ഈ പുസ്തകത്തിന് പല ആധാരങ്ങളെ പറയാം, എന്നാലും നമുക്ക് വ്യക്തമായി കാണുന്ന എന്താണ്? ഈ മേശപ്പുറത്ത് പുസ്തകം ഇരിക്കുന്നു. ആ മേശപ്പുറത്തല്ലാതെ അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ആധാരമില്ലാതെ എനിക്ക് പുസ്തകത്തിന്റെ അറിവുണ്ടാകത്തില്ല. ഒരാധാരം കൂടിയേ അറിവുണ്ടാവും. ഇതാണ് അസ്തിത്വവാദം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ
അനുഭവം ഉണ്ടാകുമ്പോൾ അതിന് ആധാരത്തെ അംഗീകരിക്കുക. ആധാരത്തോടു കൂടിയേ അറിവുണ്ടാകുന്നു എന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് അസ്തിത്വവാദമായി. അത് അങ്ങനെ സൂക്ഷ്മമായി നമുക്ക് പറയാം. ഇതിന്റെ ആധാരം പരമാണുക്കളാണെന്ന് പറയാം. ഏതായാലും അതിസൂക്ഷ്മമായ ഏതെങ്കിലും ഒരു ദേശത്ത് നമുക്ക് സങ്കല്പിക്കാവുന്ന ചിന്തിക്കാവുന്ന ദേശത്ത് ചെന്ന് നയിക്കും. അത് അസ്തിത്വവാദത്തിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം അതിനാധാരമായി സർവത്ര കാലവും നയിക്കും. ചുരുക്കത്തിൽ കാലദേശങ്ങളാകുന്ന ആധാരങ്ങളിൽ ഒരു വസ്തുവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് അസ്തിത്വവാദം. അപ്പൊ അസ്തിത്വവാദത്തിന് ആധാരമായിരിക്കുന്ന എന്താണ്? പരവുമായി കാലദേശങ്ങൾ എന്ന് പറയുന്ന രണ്ടാധാരങ്ങളാണ്. അത് പരമാണു അതിനപ്പുറം വരെ പോകാം. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാലോ അതാണ് ശൂന്യവാദം എന്ന് പറയുന്നത്. നിരാലംബമാണോ? വസ്തുക്കൾക്ക് കാലദേശങ്ങളെന്ന് പറയുന്ന ആധാരങ്ങൾ സ്ഥായിയല്ല. നമ്മൾ പറയുമല്ല, ചിന്തിച്ച് ചെല്ലുമ്പോൾ കാലദേശങ്ങളുണ്ടല്ലോ എന്ന് പറയും. ഇന്ന് കാലദേശങ്ങളും ശൂന്യതയിലാണ്. കാലദേശങ്ങൾക്കും ആധാരമില്ല എന്ന് പറയും. ഇവിടെ അനുഭവപ്പെടുന്നതോ അതിനവരും പറയുന്നത് ഭ്രാന്തിയാണ്. നിരാധാരമായി വസ്തു അനുഭവത്തെ സ്വീകരിക്കുന്നതാണ് ശൂന്യവാദം. ഒന്ന്, രണ്ടു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതെന്താണ്? നിസ്സാക്ഷികമായ അനുഭവത്തെ സ്വീകരിക്കുക. രണ്ടാമത്, ഏതൊരനുഭവത്തിനും നമുക്ക് സാക്ഷിയുണ്ട്, സാക്ഷിയില്ലാതെ അനുഭവമുണ്ട്. ആരാ സാക്ഷി? ഞാൻ തന്നെ. എന്റെ അനുഭവത്തിന് ഒരിക്കലും വേറൊരാൾ സാക്ഷിയാകത്തില്ല. ഞാൻ പുസ്തകത്തെ കാണും, ഇതെന്റെ അനുഭവമാണ്. ഞാൻ പറയുന്നത് എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട്. എന്റെ അനുഭവത്തിന് ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കും സാക്ഷിയാകാൻ പറ്റത്തില്ല, എനിക്കേ സാക്ഷിയാകാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അസ്തിത്വവാദത്തിൽ ഏതൊരു വസ്തുവിന്റെ അനുഭവം ഉണ്ടായാലും അവിടെ അനുഭവിക്കുന്നവൻ അംഗീകരിക്കുന്നു. അനുഭവത്തിന് അനുഭവിക്കുന്നവനെ സാക്ഷി എന്ന് പറയുന്നു. സാക്ഷി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആർക്കാണോ അത് അനുഭവമായിരിക്കുന്നത് അവൻ സാക്ഷി. അത് ആരെന്ന് ചോദിച്ചാൽ ഞാനെന്നേ എനിക്ക് പറയാൻ പറ്റും. ആത്മാവാണോ ശരീരമാണോ അതൊക്കെ രണ്ടാമത് വരുന്ന വിഷയം. എന്തായാലും ഞാനാണ് ഇതിന് സാക്ഷി. അപ്പോൾ അധിഷ്ഠാനമായും സാധിഷ്ഠാനമായും സസാക്ഷികമായുള്ള അനുഭവത്തെ അംഗീകരിക്കുന്നതാണ് അസ്തിത്വവാദം. രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ അറിവിന്റെ ബാഹ്യതലത്തിൽ ആധാരത്തെ അംഗീകരിക്കുന്നു. മറ്റത് അറിവിന് ആന്തരികമായി അറിവിനൊരു സാക്ഷിയെ സ്വീകരിക്കുന്നു. അപ്പോൾ അസ്തിത്വവാദമായി. എല്ലാ അസ്തിത്വവാദികളും ഇത് രണ്ടും അംഗീകരിക്കുന്നവരാണ്. അവരിനി ആത്മാവുണ്ടെന്ന് പറഞ്ഞാലും ആത്മാവില്ലെന്ന് പറഞ്ഞാലും ആത്മാവുണ്ട് ഇല്ല എന്നും കൂടെ അംഗീകരിക്കണമെന്നില്ല. അസ്തിത്വവാദത്തിൽ ഇത് രണ്ടും അംഗീകരിക്കണം. അറിയുന്നതിനൊരു സാക്ഷി, അറിയുന്നതിനൊരു ആധാരം. ശൂന്യവാദം എന്ന് പറയുന്നത് എന്താണോ? നിരധിഷ്ഠാനമായും നിസ്സാക്ഷികമായും ആണ് സർവവും എന്ന് പറയുന്നതാണ് ശൂന്യവാദം. അവര് അധിഷ്ഠാനമേ സ്വീകരിക്കുന്നില്ല. ഈ കാണുന്നതോ അതവർ അവിടെയും പറയാം, അതൊരു ഭ്രമമാണ്. സാക്ഷിയോ? സാക്ഷി അതുപോലെ അങ്ങനെ ഒരു സാക്ഷി, സ്ഥായിയായ ഒരു സാക്ഷി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശൂന്യം. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയാം, എന്താണ്? അത് കൽപ്പനാതീതം എന്ന് പറയും. കൽപ്പനയ്ക്കപ്പുറമാണ് ശൂന്യത, കൽപ്പിക്കാനൊക്കത്തില്ല. അതാണ് പരമാർത്ഥത്തിലുള്ള ശൂന്യവാദം. അങ്ങനെ ശൂന്യവാദത്തെക്കുറിച്ച് പറയുന്നതാണ് മാധ്യമികന്മാര്. ആ ശൂന്യവാദത്തെക്കുറിച്ച് അവർ വർണ്ണിച്ച് വന്നപ്പോൾ അത് അദ്വൈതത്തിൽ പറയുന്ന ബ്രഹ്മം പോലെയായി. സത്തല്ല, അസത്തല്ല, സദസത്തല്ല, സദസത് ഉഭയമല്ല, സദസത് ഉഭയ വിലക്ഷണമല്ല, ഇങ്ങനെ പറഞ്ഞു പോയി. അത് ബ്രഹ്മം പോലെയാകും. കാരണം അങ്ങനെ അതവിടെ എത്തിച്ചേർത്തുള്ളൂ. ശൂന്യം ശരിക്കും ബ്രഹ്മം തന്നെ. കൽപ്പന, സർവകൽപ്പനാതീതം എന്ന് പറയുമ്പോൾ അതായി. പക്ഷെ ശൂന്യവാദി അത് അങ്ങനെയല്ല പറയുന്നത്. അവർ പറയുന്നത് എന്താണോ? അതിന് സാക്ഷിയുമില്ല, നിസ്സാക്ഷിയും.
ചിന്തിച്ച് ചിന്തിച്ച് അതുവരെ എത്തിച്ചേരാം. ബുദ്ധി കൊണ്ട് എത്തുന്ന തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനപ്പുറം എന്താ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? താൻ കാണുന്ന സർവത്തിന്റെയും ആധാരത്തെ നിഷേധിക്കുക, കാലദേശങ്ങളെ നിഷേധിക്കുക, എന്നിട്ട് അവസാനം കാണുന്ന തന്നെ നിഷേധിക്കുക. പരമാവധി അതുവരെ കൽപ്പിക്കാൻ പറ്റും. എല്ലാം ബുദ്ധിയുടെ കളിയാണ്. അത് പറയുന്നു നാസ്തി നാസ്തി അത്യന്ത ശൂന്യവാദി അങ്ങനെ പറയും. ഇതാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പഠിച്ചാൽ എത്തിച്ചേരാമെന്നുള്ളത് ഇത്രയൊക്കെയാണ്. ഒന്ന് അസ്ഥി എന്നും മറ്റൊന്ന് നാസ്തി അസ്ഥി, മറ്റൊന്ന് നസ്തി, മറ്റൊന്ന് നാസ്തി, മറ്റൊന്ന് അസ്ഥി നാസ്തി, മറ്റൊന്ന് നാസ്തി നാസ്തി. 4 തലങ്ങളെ കുറിച്ച് പറഞ്ഞു. ചിന്തയുടെ 4 തലങ്ങൾ. പ്രാചീനന്മാരായ ആചാര്യന്മാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെയൊക്കെ എത്തും, ഇതിനപ്പുറം എത്തത്തില്ല. തത്ര ഇനി ആ ഓരോ ഭാഗങ്ങളും ഇവിടെ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ ഈ തരത്തിൽ പറയുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ് ഭാഷ്യത്തിൽ. ഈ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. ഇതെല്ലാം ബുദ്ധിയുടെ കളിയാണ്, ചിന്തയുടെ ഫലമാണ്. അത് സ്വയം അധ്യയനം ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിക്കുന്നതുമാകാം. അതല്ല ഇവിടെ പറയുന്നത്, അതല്ല ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്നത്. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന ഒന്നല്ല തുര്യാധികമം തുര്യപ്രാപ്തി എന്ന് പറയുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബുദ്ധി കൊണ്ട് ഏതുവരെ എത്താം എന്നുള്ള കാര്യം പറയുന്നത്. എന്തുകൊണ്ടതല്ലെന്ന് പറയുന്നു ആ വിജ്ഞന്റെ തലം അത് അജ്ഞന്റെ തലത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നുള്ള ഒന്നല്ല. അവിടെ പറയുന്നത് എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. മറമാറി സ്വയം പ്രകാശിക്കുന്നത്. ബാക്കിയുള്ള പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാണോ? അല്ല. ബാക്കിയുള്ള പരിശ്രമങ്ങളെല്ലാം സാധന സമ്പത്തിക്ക് ഉപകരിക്കുമെങ്കിൽ അതെല്ലാം പ്രയോജനമുള്ളതാണ്. അപ്പോ അജ്ഞന്റെ തലത്തിൽ അവിടെ പ്രാധാന്യം സാധന സമ്പത്തിക്കാണ്. എത്രമാത്രം സാധന സമ്പന്നനാകുന്നു അത്രമാത്രം അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത്രമാത്രം അയാൾക്ക് അയാളിൽ ഈ തത്വം സ്വയം പ്രകാശിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അല്ലാതെ നേരിട്ട് ഈ തത്വത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ, സാധന സമ്പത്തി ഇല്ലാതെ ശ്രമിച്ചാൽ ആ ശ്രമങ്ങളെല്ലാം സാധന സമ്പത്തിക്ക് ഉപകരിക്കുമെങ്കിൽ നല്ലത്. മറിച്ചാണെങ്കിലോ അത് തന്നെ അഹന്തയും മമതയും എല്ലാം ഉണ്ടാകും. ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല. അപ്പോൾ എല്ലാ ശ്രവണവും മനനവും നിധ്യാസനവും എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ പോലും ആത്യന്തികമായി സഹായിക്കുന്ന എന്താണ്? ഈ സാധന സമ്പത്തിക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ജപവും ത്യാഗവും യോഗവും എല്ലാം ഉപകരിക്കുന്നത് സാധന സമ്പത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇതിനൊന്നിനും തന്നെ ഈ തത്വത്തെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അത് ഇതിന്റെ പൂർണ്ണതയിൽ സ്വയം പ്രകാശിക്കുന്നതാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ്, ആ ബുദ്ധിയുടെ പരിമിതിയെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞത്. അസ്തി നാസ്തി അസ്തി നാസ്തീതി നാസ്തി നാസ്തീതി വാപുന ചല സ്ഥിര ഉഭയാഭാവേർ ആവൃണോത്യവ ബാദിശ. ശാന്തി ശാന്തി ശാന്തി.